ജി സുധാകരൻ കേരളമറിയുന്ന കമ്മ്യൂണിസ്റ്റാണെന്നും പാർട്ടിയോടുള്ള പിണക്കം അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാകുമെന്നും എ കെ ബാലൻ. KCO ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷിയുടെ സഹോദരനാണ് ജി സുധാകരൻ. ആ കാബാലികരുടെ കൂടെ ചേരാൻ സുധാകരന് എങ്ങനെ കഴിഞ്ഞു എന്നാണ് തന്റെ ചോദ്യമെന്നും അദ്ദേഹം ചോദിച്ചു. ഓരോ രക്തസാക്ഷി ദിനം വരുമ്പോഴും വികാരധീനനാകുന്ന സുധാകരനെ താൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനൊപ്പം പോകാൻ അദ്ദേഹത്തിന്റെ മനസ്സ് ഒരിക്കലും അനുവദിക്കില്ല. കുറ്റബോധം കൊണ്ട് ഓരോ ദിവസവും അദ്ദേഹത്തിന്റെ മനസ്സ് നീറും. 75 വയസ്സ് കഴിഞ്ഞവർ മാറണമെന്ന പാർട്ടിയുടെ തീരുമാനം താനടക്കമുള്ളവർ അംഗീകരിച്ചതാണ്. എന്നാൽ സുധാകരൻ ഇപ്പോഴും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്തുണയ്ക്കാമെന്ന് UDF വ്യക്തമാക്കിയതിലൂടെ കാര്യങ്ങൾ വ്യക്തമാണ്. ഓരോ രക്തസാക്ഷി ദിനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖാവ് ജി സുധാകരൻ്റെ മാനസികാവസ്ഥ എനിക്കറിയാം. അതിൻ്റെ തലേ ദിവസവും ആ ദിവസവും പിറ്റേ ദിവസവും ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് സഖാവ് ജി സുധാകരൻ. ആ സുധാകരൻ എങ്ങനെ ഈ കാബാലികരുടെ കൂടെ പോകാൻ സാധിക്കും? അവരുടെ പിന്തുണയോടുകൂടി എങ്ങനെ ഇനി ഒരു പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ സാധിക്കും? അതെനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല. സ്വപ്നത്തിൽ പോലും ഊഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. 1980 കോൺഗ്രസ് രണ്ടായി, എയും ഐയുമായി. എ ഞങ്ങളുടെ കൂടെയായിരുന്നു. അന്ന് KSUവിലെ എ വിഭാഗം SFIയുമായി സഹകരിച്ചു. അന്ന് ഞാൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അന്ന് KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ചെറിയാൻ ഫിലിപ്പായിരുന്നു. ഞങ്ങൾ KSU എയുമായി മുന്നണി ഉണ്ടാക്കിയതിൽ അതിശക്തമായി പ്രതിഷേധിച്ച ഒരാളാണ് ജി സുധാകരൻ. എന്നെ വിളിച്ചിട്ടെന്ന് അദ്ദേഹം പറഞ്ഞത് ആലപ്പുഴയിൽ ഈ മുന്നണി ഉണ്ടാകില്ല എന്നാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രത്തോളം കോൺഗ്രസ് വിരുദ്ധതയുള്ള ഒരു സഖാവ് എങ്ങനെ ഈ ഒരു മാനസികാവസ്ഥയിലെത്തി? എങ്ങനെ അദ്ദേഹത്തിൻ്റെ അനുജൻ രക്തസാക്ഷി സഖാവ് ജി ഭുവനേശ്വരൻ്റെ പേര് ഓർക്കാൻ സാധിക്കും? കുറ്റബോധം കൊണ്ട് ഓരോ ദിവസവും അദ്ദേഹം മാനസികമായി തകരുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എനിക്ക് നന്നായിട്ടറിയാം. ശരീരത്തേക്കാൾ വേഗത്തിൽ സുധാകരന്റെ മനസ്സ് ഇത് തിരുത്തുമെന്നും താൻ അത് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും എ കെ ബാലൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്നാൽ ജി സുധാകരൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി, മലപ്പുറം. ഫോൺ നമ്പർ 0494208410 7034071111.